ഹലോ എവരി വൺ. സോ 2025 ജെഇ നമ്മൾക്ക് വന്നിരിക്കുന്ന ഒരു ചോദ്യം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. 2026 നമ്മൾ അതേ കോൺസെപ്റ്റിൻ്റെ ചോദ്യം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ നിർബന്ധമായിട്ട് നിങ്ങൾ ലോജിക് ഗേറ്റ്സ് എന്നുള്ള ഏരിയ നിർബന്ധമായിട്ട് നോക്കണം. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ് സെനർ ഡയോഡ്. സോ സെനർ ഡയോഡിൽ വരുന്ന ഒരു നോർമൽ ചോദ്യങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരു മോഡൽ ഞാൻ കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ, നമുക്ക് സെനർ ഡയോഡിനോട് ഉണ്ടാകുന്ന വോൾട്ടേജ് എത്രയാണോ അതേ വോൾട്ടേജ് ആയിരിക്കും നമ്മുടെ ലോഡിൻ്റെ അടുത്ത് ഉണ്ടാകുന്ന വോൾട്ടേജ്. ഫോർ എക്സാമ്പിൾ, ഇവിടെ സെനർ ഡയോഡ് വോൾട്ടേജ് 10 വോൾട്ട് ആണെങ്കിൽ ലോഡിൽ ഉണ്ടാകുന്ന വോൾട്ടേജ് എന്തായിരിക്കും? 10 വോൾട്ട് ആയിരിക്കും. അപ്പോൾ നോർമലി എന്താ ചോദിക്കാറിയോ? ഒന്നെങ്കിൽ ഈ റെസിസ്റ്ററിലൂടെ പോകുന്ന കറണ്ട് ചോദിക്കും, അല്ലെങ്കിൽ സെനർ ഡയോഡിലൂടെ പോകുന്ന കറണ്ട് ചോദിക്കും, അല്ലെങ്കിൽ ലോഡ് റെസിസ്റ്റൻസിലൂടെ പോകുന്ന കറണ്ട് ചോദിക്കും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നുമാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. നമുക്ക് ചോദ്യം എന്ത് തന്നിട്ടുണ്ടാവും? അതിനോട് കണക്ട് ചെയ്തിരിക്കുന്ന വോൾട്ടേജ് തന്നിട്ടുണ്ടാവും. സോ ഇങ്ങനെ ഒരു കണക്ഷൻ ആയിരിക്കും നമുക്ക് വരാൻ ചാൻസ് ഉള്ളത്. സോ 2025 വന്ന ചോദ്യം നോക്കിയാലോ? യെസ്, ചോദ്യം ഇതാണ്. ഇൻ ദ ഫോളോയിങ് സർക്യൂട്ട് ദ റീഡിംഗ് ഓഫ് അമ്മീറ്റർ വിൽ ബി സെനർ ഡയോഡ് വോൾട്ടേജ് 4 വോൾട്ട് ആണ്. ഇവിടെ അമ്മീറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? നമ്മുടെ സെനർ ഡയോഡിനോട് പാരലി കണക്ട് ചെയ്തിരിക്കുന്ന റെസിസ്റ്റൻസിൻ്റെ അക്രോസ് അല്ലേ നമ്മൾ അമ്മീറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഈ അമ്മീറ്ററിലൂടെ പോകുന്ന കറണ്ടാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ 400 ഓമിലൂടെ പോകുന്ന കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മതി, സെനർ ഡയോഡിനോട് പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 400 ഓമാണ്. സെനർ ഡയോഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് 4 വോൾട്ടാണ്. ദാറ്റ് മീൻസ് ഇവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് 4 ആണ്. വോൾട്ടേജും അതിൻ്റെ റെസിസ്റ്റൻസും അറിയാമെങ്കിൽ അതിലൂടെ പോകുന്ന കറണ്ട് എത്രയാണ്? I is equal to V by R. V is given that 4, resistance is given that 400. So that will give 1 divided by 100 ആംപിയർ എന്ന് വരും. സോ നമ്മൾ അതിനെ മില്ലി ആംപിയറിലേക്ക് മാറ്റുന്ന സമയത്ത് 10 into 10 raised to -3 ആംപിയർ ഓർ 10 മില്ലി ആംപിയർ എന്ന രീതിയിലേക്ക് നമുക്ക് എത്തിക്കാൻ വേണ്ടി പറ്റുമെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. സോ ഇനി സപ്പോസ് സെനർ ഡയോഡിലൂടെ പോകുന്ന കറണ്ടാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ഈ റെസിസ്റ്ററിൻ്റെ അക്രോസ് പോകുന്ന കറണ്ടാണ് പിടിക്കുക. ഈ റെസിസ്റ്ററിൻ്റെ അക്രോസ് ഉണ്ടാകുന്ന വോൾട്ടേജ് എത്രയായിരിക്കും? നമുക്ക് തന്നിരിക്കുന്നത് 12 വോൾട്ട് അല്ലേ. ഇവിടെ 4 വോൾട്ട് ഇതിൻ്റെ രണ്ടിൻ്റെ അക്രോസ് പോയിട്ടുണ്ടെങ്കിൽ ബാക്കി ഉണ്ടാകുന്ന 8 വോൾട്ട് ആയിരിക്കും 100 ഓമിൻ്റെ അക്രോസ് ഉണ്ടാവുക. സോ ഇതിലൂടെ പോകുന്ന കറണ്ട് കണ്ടുപിടിക്കുക. ഈ കറണ്ട് നമുക്കറിയാം. ഇനി സെനർ ഡയോഡിലൂടെ പോകുന്ന കറണ്ട് ആ വഴിക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. ഈ 3 മെത്തേഡ് മാത്രമേ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ. സോ ഈ ഒരു ചോദ്യം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുക. സോ ആൻസർ ഈസ് ഓപ്ഷൻ 3.